എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു പീരിയഡിൽ വലത്തോട്ട് പോകുമ്പോഴും ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോഴും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യം അറ്റോമിക് റേഡിയസ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഇലക്ട്രോൺ കാണപ്പെടുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ അറ്റോമിക് റേഡിയസ് നമുക്ക് മെഷർ ചെയ്യാനായി സാധിക്കില്ല. അതിനു പകരം ആറ്റംസിൻ്റെ കോവാലൻ്റ് റേഡിയസ് അല്ലെങ്കിൽ മെറ്റാലിക് റേഡിയസ് ആണ് സാധാരണ മെഷർ ചെയ്യുന്നത്. ഇത് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി വഴിയാണ് മെഷർ ചെയ്യുന്നത്. എന്താണ് കോവാലൻ്റ് റേഡിയസ് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായി ക്ലോറിൻ മോളിക്യൂൾ. ഇവിടെ 2 ക്ലോറിൻ ആറ്റംസ് ഒരു ജോഡി ഇലക്ട്രോണിനെ കോവാലൻ്റ് ബോണ്ട് വഴി ഷെയർ ചെയ്തിരിക്കുകയാണ്. കൺസിഡർ 2 ക്ലോറിൻ ആറ്റംസ്. ഇവയുടെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ ഹാഫിനെയാണ് ക്ലോറിൻ ആറ്റത്തിൻ്റെ കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഒരു പീരിയഡിൽ വലത്തോട്ട് പോകുമ്പോൾ കോവാലൻ്റ് റേഡിയസിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ ചാർജ് 1 യൂണിറ്റ് വീതം ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത് സെയിം ഷെല്ലിൽ തന്നെയാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടിയാൽ ന്യൂക്ലിയസ് സ്ട്രോങ് ആയി ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും. സോ ഒരു പീരിയഡിൽ ഇടതു നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ഇലക്ട്രോണിനെ സ്ട്രോങ് ആയി അട്രാക്റ്റ് ചെയ്യുന്നു. സോ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്രോസ് എ പീരിയഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ്. ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് അറ്റോമിക് സൈസ് കുറയുന്നു. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിനായിരിക്കും ഏറ്റവും സൈസുള്ള ആറ്റംസ് ഉണ്ടായിരിക്കുന്നത്. 17th ഗ്രൂപ്പ് അഥവാ ഹാലജൻസിനായിരിക്കും സൈസ് ഏറ്റവും കുറവ്. 18th ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ് ആണ്. പൊതുവെ റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ കോവാലൻ്റ് റേഡിയസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. ഇവിടെ അറ്റോമിക് സൈസിൽ വരുന്ന വേരിയേഷൻ നമുക്ക് ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫ് വരയ്ക്കാനായി നിങ്ങൾ പഠിക്കേണ്ട. എക്സ് ആക്സിസിൽ അറ്റോമിക് നമ്പർ, ഇവിടെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ്. സെക്കൻഡ് പീരിയഡിലെ എലമെൻറ്റ്സ്, അതിൽ ലിഥിയത്തിനാണ് സൈസ് ഏറ്റവും കൂടുതൽ. അതിലും കുറവായിരിക്കും ബെറിലിയത്തിന്, അതിലും കുറവായിരിക്കും ബോറോണിന്, അതിലും കുറവായിരിക്കും കാർബണിന്, അതിലും കുറവായിരിക്കും നൈട്രജന്, അതിലും കുറവായിരിക്കും ഓക്സിജന്, അതിലും കുറവായിരിക്കും ഫ്ലോറിന്. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. പീരിയഡിൽ ഇടതുവശത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അടുത്തതായി ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നമുക്ക് പരിഗണിക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ലിഥിയത്തിൽ 2 ഷെല്ലിലാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. സോഡിയം 3 ഷെല്ല് അഥവാ 3 എനർജി ലെവലുണ്ട്. പൊട്ടാസ്യം 4, റുബീഡിയം 5, സീസിയം 6 ഷെല്ല്. സോ ഡൗൺ എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഓർ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഡൗൺ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഓർത്തിരിക്കുക, ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഏറ്റവും മുകളിലുള്ള പീരിയഡിലെ എലമെൻസിൻ്റെ ആറ്റത്തിനായിരിക്കും സൈസ് കുറവ്. ഏറ്റവും താഴെയുള്ള പീരിയഡിലെ എലമെൻസിന് സൈസ് കൂടുതലായിരിക്കും. നമുക്ക് ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ആക്സിസിൽ അറ്റോമിക് നമ്പർ, ഇവിടെ അറ്റോമിക് റേഡിയസ്. ഇവിടെ സൈസ് ഏറ്റവും കുറവ് ലിഥിയത്തിനായിരിക്കും, അതിലും സൈസ് കൂടുതലായിരിക്കും
സോഡിയത്തിന്, അതിലും സൈസ് കൂടുതലായിരിക്കും പൊട്ടാസ്യത്തിന്, അതിലും സൈസ് കൂടുതലായിരിക്കും റുബീഡിയം, ദെൻ അതിലും സൈസ് കൂടുതലായിരിക്കും സീസിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീസിയം. ഒരു പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, എന്നാൽ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോണിക് റേഡിയസ് ആണ്. സോഡിയം ആറ്റം പരിഗണിക്കുക. അറ്റോമിക് നമ്പർ 11, 2, 8, 1 എന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇത് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു എന്ന് കരുതുക. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്താൽ Na പോസിറ്റീവ് അയോണായി മാറുന്നു. ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ കാറ്റയോൺ എന്നാണ് പറയുന്നത്. സോഡിയം Na പോസിറ്റീവ് കാറ്റയോണായി മാറി. സോഡിയം ആറ്റത്തിൽ 11 പോസിറ്റീവ് ചാർജായിരുന്നു ഉണ്ടായിരുന്നത്. പോസിറ്റീവ് ചാർജ് 11 ആയിരുന്നു. അവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 11 ആണ്. സോഡിയം ആറ്റം Na പോസിറ്റീവ് അയോണായി മാറി എന്ന് കരുതുക. ഇവിടെ ന്യൂക്ലിയസിൻ്റെ ചാർജ് 11 തന്നെ ആയിരിക്കും. ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു, ഇനിയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 10 ആണ്. സോ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ 11 പോസിറ്റീവ് ചാർജിന് കറസ്പോണ്ടിങ് ആയി 11 ഇലക്ട്രോൺസ് ഉണ്ട്. ആ ആറ്റം ഒരു കാറ്റയോണായി മാറിയാൽ അവിടുത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുന്നു. സോ ന്യൂക്ലിയസിന് ഇലക്ട്രോണിന് മേലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആകുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് സ്ട്രോങ് ആകുന്നു. സോ റിമെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിനെ ആ ന്യൂക്ലിയസ് വളരെ സ്ട്രോങ് ആയി അട്രാക്റ്റ് ചെയ്യും. സോ കാറ്റയോൺ എന്ന് പറയുന്നത് പേരൻ്റ് ആറ്റത്തേക്കാളും സ്മോളർ ആയിരിക്കും. ശ്രദ്ധിക്കുക, എ കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ പേരൻ്റ് ന്യൂട്രൽ ആറ്റം. കാറ്റയോൺ പേരൻ്റ് ആറ്റത്തേക്കാളും സൈസിൽ ചെറുതായിരിക്കും. വേറൊരു ആറ്റം പരിഗണിക്കുക, ക്ലോറിൻ. അറ്റോമിക് നമ്പർ 17 ആണ്. 2, 8, 7 എന്നാണ് കോൺഫിഗറേഷൻ. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇതൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള അയോൺ ആണ്, അതിനെ ആനയോൺ എന്നാണ് വിളിക്കുന്നത്. 17 ക്ലോറിൻ. ഇവിടെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് 17 ആണ്. അത് 17 ഇലക്ട്രോൺസിനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് ക്ലോറൈഡ് അയോണായി മാറിയാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് 17 തന്നെ. ഒരു ഇലക്ട്രോൺ കൂടി എക്സസ് വന്നു, 18 ഇലക്ട്രോൺ. സോ ഒരു ന്യൂട്രൽ ആറ്റം ഒരു ആനയോണായി മാറിയാൽ അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നു. സോ ന്യൂക്ലിയസ് ഇലക്ട്രോണിന് മേലെ ചെലുത്തുന്ന ആ അട്രാക്ഷൻ കുറയുന്നു, അല്ലെങ്കിൽ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ആനയോൺ എല്ലായ്പ്പോഴും പേരൻ്റ് ന്യൂട്രൽ ആറ്റത്തേക്കാൾ ബിഗ്ഗർ ആയിരിക്കും. സോ ക്ലോറൈഡ് അയോൺ ഈസ് ബിഗ്ഗർ ദാൻ ക്ലോറിൻ ആറ്റം. ഒരു ആനയോൺ എല്ലായ്പ്പോഴും പേരൻ്റ് ന്യൂട്രൽ ആറ്റത്തേക്കാൾ ബിഗ്ഗർ ആയിരിക്കും. ബോർഡിൽ ഏതാനും സ്പീഷീസ് എഴുതിയിട്ടുണ്ട്. അവയുടെ പൊതുവായ പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാം. 10 നിയോൺ, 11 സോഡിയം പോസിറ്റീവ്, 9 ഫ്ലൂറിൻ നെഗറ്റീവ്. ഇവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് എഴുതി നോക്കാം. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. ഇവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. അതിൽ നിന്നും ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോഴാണ് ഒരു പോസിറ്റീവ് ചാർജ് ലഭിച്ചത്. സോ അവശേഷിക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 10 ആണ്. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തപ്പോഴാണ് ഇതിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചത്. അതുകൊണ്ട് ഇതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 9+1 10 ആണ്. ഈ 3 സ്പീഷീസിലെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആണ്. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമായിട്ടുള്ള സ്പീഷീസിനെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബോർഡിൽ എഴുതിയ 3 സ്പീഷീസും ഐസോ ഇലക്ട്രോണിക് ആണ്. Isoelectronic species. The atoms or ions with
സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റംസിനെ അല്ലെങ്കിൽ അയോൺസിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ സൈസാണ്. ഈ 3 സ്പീഷീസ് പരിഗണിക്കുക. നിയോൺ ആറ്റം, ഇവിടെ ന്യൂക്ലിയർ ചാർജ് 10 പോസിറ്റീവാണ്. അത് 10 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. സോഡിയം, ഇവിടെ ന്യൂക്ലിയർ ചാർജ് 11 പോസിറ്റീവാണ്, അറ്റോമിക് നമ്പർ 11 ആണ്. അത് 10 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഫ്ലൂറിൻ, ന്യൂക്ലിയർ ചാർജ് പോസിറ്റീവ് 9 ആണ്, കാരണം അറ്റോമിക് നമ്പർ 9 ആണ്. അത് 1 ഇലക്ട്രോൺ കൂടി കിട്ടി, സോ 10 ഇലക്ട്രോൺസ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇവിടെ നിയോൺ 10 പോസിറ്റീവ് ചാർജ് 10 ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്യുന്നു. Na പോസിറ്റീവിൽ 11 പോസിറ്റീവ് ചാർജ് 10 ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്യുന്നു. ഫ്ലൂറിൻ നെഗറ്റീവിൽ 9 പോസിറ്റീവ് ചാർജ് 10 ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്യും. ഏറ്റവും എഫക്റ്റീവായ അട്രാക്ഷൻ ഉള്ളത് Na പോസിറ്റീവ് അയോണിലാണ്. അവിടെ ന്യൂക്ലിയർ ചാർജ് ഹൈ ആണ്. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ എല്ലായ്പ്പോഴും കാറ്റയോൺ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയ അട്രാക്ഷൻ ഉള്ളത്. അതായിരിക്കും ഏറ്റവും സ്മോളർ സൈസ് ഉള്ളത്. സോ ഇവിടെ Na പോസിറ്റീവ് ഈസ് സ്മോളർ ഇൻ സൈസ്. അതേസമയം ഇവിടെ എഫ് നെഗറ്റീവിൽ അട്രാക്ഷൻ ഏറ്റവും വീക്കാണ്, കാരണം ന്യൂക്ലിയർ ചാർജ് കുറവാണ്. സോ ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കുറഞ്ഞ, അതായത് നെഗറ്റീവ് ചാർജുള്ള ആനയോൺ ആയിരിക്കും സൈസിൽ ഏറ്റവും ബിഗ്ഗർ. സോ ഫ്ലൂറൈഡ് അയോൺ ഈസ് ബിഗ്ഗർ ഇൻ സൈസ് വൈൽ Na പോസിറ്റീവ് ഈസ് സ്മോളർ ഇൻ സൈസ്. അടുത്തതായി, എങ്ങനെയാണ് ഏതാനും സ്പീഷീസ് തന്നാൽ അവ ഐസോ ഇലക്ട്രോണിക് ആണോ എന്ന് പരിശോധിക്കുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം. പിക്ക് ഔട്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ആർഗൺ K, കാൽസ്യം 2 പോസിറ്റീവ്, Cl 1 നെഗറ്റീവ്, സ്കാൻഡിയം 3 പോസിറ്റീവ്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പതിവായി വരാറുണ്ട്. നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഹെൽപ്പോടെ അവയുടെ അറ്റോമിക് നമ്പർ കണ്ടെത്തുക. ഫസ്റ്റ് എലമെൻറ്റ് ആർഗൺ ആണ്. ഇറ്റ്സ് അറ്റോമിക് നമ്പർ 18. ഇറ്റ് ഈസ് എ ന്യൂട്രൽ ആറ്റം. ദെയർഫോർ ഇതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 18 ആണ്. നെക്സ്റ്റ് എലമെൻറ്റ് പൊട്ടാസ്യം. ഇറ്റ്സ് അറ്റോമിക് നമ്പർ 19. ന്യൂട്രൽ ആറ്റമാണ്. അതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 19. നെക്സ്റ്റ് കാൽസ്യം 2 പോസിറ്റീവ്. കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ്. അതിൽ നിന്നും 2 ഇലക്ട്രോൺ ലോസ് ചെയ്താലാണ് അതിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. സോ 20 മൈനസ് 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 18 ഇലക്ട്രോൺ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ പോസിറ്റീവ് അയോൺ. സോ അറ്റോമിക് നമ്പർ 20 ആണ്. അതിൽ നിന്നും എത്രയാണോ പോസിറ്റീവ് ചാർജ് ആ നമ്പർ കുറയ്ക്കുക. 20 മൈനസ് 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 18. നെക്സ്റ്റ് എലമെൻറ്റ് Cl1 നെഗറ്റീവ്. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണ്. സോ 17, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, സോ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ് ചെയ്തത്. സോ 17 പ്ലസ് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 18 ഇലക്ട്രോൺ. ആനയോൺ ആണ് എങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഒപ്പം എത്രയാണോ നെഗറ്റീവ് ചാർജ് ആ നമ്പർ ആഡ് ചെയ്യുക. സോ 17 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 18. ദെൻ സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. സ്കാൻഡിയം 3 പോസിറ്റീവാണ്. 21 മൈനസ് 3 പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ 3 പോസിറ്റീവ് ചാർജ് കുറച്ചു. സോ 18 ഇലക്ട്രോൺ. നമ്മളിവിടെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാകും. സോ ഇവിടുത്തെ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ആർഗൺ, കാൽസ്യം 2 പോസിറ്റീവ്, Cl1 നെഗറ്റീവ് ആൻഡ് സ്കാൻഡിയം 3 പോസിറ്റീവ്. അടുത്ത ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ശ്രദ്ധിക്കുക. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സൈസ്. Na പോസിറ്റീവ്, O2 നെഗറ്റീവ്, F നെഗറ്റീവ്, Al3 പോസിറ്റീവ്. ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്
അവ ഐസോ ഇലക്ട്രോണിക് ആണ് എന്നാണ്. നമുക്ക് നോക്കാം. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. സോ ഇതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 10 ആണ്. Na പോസിറ്റീവ് അറ്റോമിക് നമ്പർ 11 ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു. സോ 11 മൈനസ് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ. O2 നെഗറ്റീവ് ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. സോ 8 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. 8 പ്ലസ് 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ. നെക്സ്റ്റ് എഫ് നെഗറ്റീവ് അറ്റോമിക് നമ്പർ 9 ആണ്. 9 പ്ലസ് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. 9 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ. നെക്സ്റ്റ് Al3 പോസിറ്റീവ് അറ്റോമിക് നമ്പർ 13 ആണ്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺ ലോസ് ചെയ്തു. സോ 13 മൈനസ് 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺ. തന്നിരിക്കുന്ന സ്പീഷീസ് എല്ലാം ഐസോ ഇലക്ട്രോണിക് ആണ്. നമ്മൾ കണ്ടിരുന്നു എല്ലായ്പ്പോഴും കാറ്റിയോൺ എന്ന് പറയുന്നത് സൈസിൽ സ്മോളറാണ്. അതേസമയം ആനയോൺസ് ബിഗ്ഗറുമാണ്. ഇവയെല്ലാം ഐസോ ഇലക്ട്രോണിക് ആണ്. സോ ഏതിനാണോ ഉയർന്ന ന്യൂക്ലിയർ ചാർജ് ഉള്ളത് അവിടെയായിരിക്കും അട്രാക്ഷൻ ഹൈ. സോ ഇവിടെ ന്യൂക്ലിയർ ചാർജ് നോക്കുകയാണെങ്കിൽ അലുമിനിയത്തിലാണ് ഉയർന്ന ന്യൂക്ലിയർ ചാർജ്. സോ അവിടെ അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. സോ Al3 പോസിറ്റീവ് ഈസ് ദ സ്മോളസ്റ്റ് വൺ. തന്നിരിക്കുന്ന സ്പീഷീസിൽ ഏതിനാണോ ഉയർന്ന പോസിറ്റീവ് ചാർജ് ഉള്ളത് അതായിരിക്കും ഏറ്റവും സൈസ് കുറഞ്ഞ സ്പീഷീസ്. ഏറ്റവും സൈസ് കൂടിയത് ആനയോൺസ് ആയിരിക്കും. അവയിൽ ന്യൂക്ലിയർ ചാർജ് ഏതിനാണോ കുറവ് അവിടെയായിരിക്കും അട്രാക്ഷൻ ഏറ്റവും വീക്ക്. ഇവിടെ ശ്രദ്ധിക്കുക, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. ന്യൂക്ലിയർ ചാർജ് ലോവർ ആണ്. സോ ഇവിടെ O2 നെഗറ്റീവ് ആയിരിക്കും, ബിഗ്ഗസ്റ്റ് വൺ. സോ നമുക്കിതിൻ്റെ സൈസ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ സാധിക്കും. ഏറ്റവും സൈസ് കുറവ് ഉയർന്ന പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺ. സോ Al3 പോസിറ്റീവ്. Al3 പോസിറ്റീവിനേക്കാളും ബിഗ്ഗർ ആയിരിക്കും അടുത്ത പോസിറ്റീവ് ചാർജ് ഉള്ളത് സോഡിയം. Al3 പോസിറ്റീവ്, ദെൻ Na പോസിറ്റീവ്, ദെൻ ഒരു ന്യൂട്രൽ ആറ്റം ഉണ്ട് നിയോൺ. ഇനി ആനയോൺസ് ആണ് എഫ് നെഗറ്റീവ്, ദെൻ O2 നെഗറ്റീവ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തന്നാൽ അതിൽ ഏതിനാണോ ഉയർന്ന പോസിറ്റീവ് ചാർജ് ഉള്ളത് അതായിരിക്കും സ്മോളസ്റ്റ് വൺ. ഏതാണോ ഉയർന്ന നെഗറ്റീവ് ചാർജ് ഉള്ളത് അതായിരിക്കും ബിഗ്ഗസ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സൈസ്. Mg2 പോസിറ്റീവ്, Al ആൻഡ് Al3 പോസിറ്റീവ്. ആദ്യം ഇത് ഐസോ ഇലക്ട്രോണിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. Mg അറ്റോമിക് നമ്പർ 12 ആണ്. സോ 12 ഇലക്ട്രോൺസ്. ദെൻ Mg2 പോസിറ്റീവ്. ഇവിടെ മഗ്നീഷ്യത്തിൽ നിന്നും 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. സോ 12 മൈനസ് 2, സോ 10 ഇലക്ട്രോൺസ്. അലുമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്. സോ 13 ഇലക്ട്രോൺസ്. Al3 പോസിറ്റീവ്. സോ 13 മൈനസ് 3, സോ 10 ഇലക്ട്രോൺസ്. ഇതിൽ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് Mg2 പോസിറ്റീവും Al3 പോസിറ്റീവും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക്കിൽ ഏതിനാണോ ഹയസ്റ്റ് പോസിറ്റീവ് ചാർജ് അതായിരിക്കും സ്മോളസ്റ്റ് വൺ. സോ Mg2 പോസിറ്റീവും അലുമിനിയം 3 പോസിറ്റീവും കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം 3 പോസിറ്റീവാണ് സ്മോളസ്റ്റ് എലമെൻറ്റ്സ്, സ്മോളസ്റ്റ് വൺ. ദെൻ Mgയും Mg2 പോസിറ്റീവും കമ്പയർ ചെയ്യുക. ഇവിടെ മഗ്നീഷ്യം അതിൻ്റെ കാറ്റിയോണായിട്ട് മാറുന്നു. കാറ്റിയോൺ എല്ലായ്പ്പോഴും പേരൻ്റ് ആറ്റത്തേക്കാളും സ്മോളർ ആയിരിക്കും. സോ മഗ്നീഷ്യത്തേക്കാൾ സ്മോളർ ആയിരിക്കും Mg2 പോസിറ്റീവ് എന്നത്. അടുത്ത 2 സ്പീഷീസ് നമുക്ക് പരിഗണിക്കാം. Mg ആൻഡ് അലുമിനിയം. ഇവിടെ പീരിയോഡിക് ടേബിളിലെ പൊസിഷനാണ് നോക്കേണ്ടത്. അലുമിനിയം പീരിയോഡിക് ടേബിളിൽ റൈറ്റിലാണ് വരുന്നത്, മഗ്നീഷ്യം ലെഫ്റ്റിലാണ്. റൈറ്റിലോട്ട് പോകുന്തോറും സൈസ് കുറഞ്ഞു വരും. സോ മഗ്നീഷ്യത്തേക്കാളും
സ്മോളർ ആയിരിക്കും അലുമിനിയം. സോ ഇതിൽ ഏറ്റവും ബിഗ്ഗർ എന്ന് പറയുന്നത് മഗ്നീഷ്യം ആയിരിക്കും. മഗ്നീഷ്യമാണ് ബിഗ്ഗസ്റ്റ് വൺ. സ്മോളസ്റ്റ് വൺ Al3 പോസിറ്റീവ്. Al3 പോസിറ്റീവിനേക്കാളും ബിഗ്ഗർ ആയിരിക്കും അതിൻ്റെ ഐസോ ഇലക്ട്രോണിക് ആയ Mg2 പോസിറ്റീവ്. അതിലും ബിഗ്ഗർ ആയിരിക്കും അലുമിനിയം, അതിലും ബിഗ്ഗർ ആയിരിക്കും Mg.